അതിൽ കുറച്ച് തിരക്കായി ബിസിയായി. ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇതൊന്നുമല്ല. ഞങ്ങളപ്പോ കുറച്ച് ദിവസം വരാണ്ട് വീഡിയോ ഒക്കെ ഇടാണ്ട് ഇങ്ങനെ വന്നപ്പോ വെറുതെ വന്നിട്ടില്ല. നിങ്ങൾക്ക് കാണണ്ടേ ആ രൂപമാറ്റം? അപ്പൊ എന്താ കാര്യം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ന്യൂ ഇയറിന് ഒരു വീഡിയോ ഇട്ടതാണ്. എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും നമ്മൾ ചാനൽ നിർത്തി പൂട്ടി പോയിണ്ടാവുമെന്ന്. കാരണം നമ്മളിപ്പോൾ കുറച്ചായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്തായിരുന്നു അതിനൊരു കാരണം? യൂട്യൂബ് നിർത്താൻ പോവുകയാണോ? നിങ്ങൾ എന്തെങ്കിലും ഉത്തരം പറയൂ. മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ന്യൂ ഇയറിന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പൊന്നു പുതിയ കുറച്ച് പരിപാടികളിലേക്ക് ഇറങ്ങുകയാണ്. അതിൽ കുറച്ച് തിരക്കായി ബിസിയായി. അപ്പോൾ യൂട്യൂബിൽ അവളാണ് കൂടുതലും എന്താ പറയുക വീഡിയോസ് അപ്ലോഡ് ചെയ്തൊക്കെ അവളാണ്. യൂട്യൂബ് എഡിറ്റിങ് അപ്ലോഡിങ് ഒക്കെ പൊന്നുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് ഇറങ്ങിയപ്പോൾ യൂട്യൂബിൽ കുറച്ച് പിന്നിലേക്കായി അല്ലേ. പക്ഷേ നമുക്ക് ഇഷ്ടമാട്ടോ യൂട്യൂബ് വീഡിയോസ് ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. കാരണമാണ് നമ്മൾ നേരെ ഇല്ലാത്തോടത്തും കൂടി നേരെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വീഡിയോ എടുക്കണത്. പിന്നെ അച്ഛന് അന്നെ കൊടുക്കയില് പൈസ വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം മൈൻഡ്പാലത്തേക്ക് പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അച്ഛൻ്റെ കാവയ്ക്ക് എല്ലായിടത്തേക്കും കണ്ടുപോവാ പറഞ്ഞു. അവന് കുറച്ച് മണി സേവിങ് ഉണ്ട് കേട്ടോ. അതായത് അവൻ്റെ ഒരു കുടുക്കുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് അവൻ മറ്റേ ചില്ലറ പൈസ ഒക്കെ ഇട്ടിട്ട് അവൻ സേവ് ചെയ്യണ ഒരു പരിപാടി ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അത് ഫുള്ളായി കഴിഞ്ഞാൽ അവനെ പാർക്കിലേക്ക് പോകും, ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അവൻ പറയുന്നത്. അച്ഛനാണ് എനിക്ക് കൊടുക്കയില് പൈസ ഉണ്ടായിരുന്നു. യൂണിഫോം ഒന്നും മാറ്റാണ്ടിരുന്നു. അതാ എന്താ അച്ഛൻ മാറ്റേണ്ട വന്നിട്ട് നമ്മൾ വേഗം സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് ഞങ്ങളുടെ സ്ഥലത്തിന്റെ അവിടെ കേട്ടോ. ഞങ്ങളുടെ ഇടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അപ്പൊ ഞങ്ങള് വിചാരിച്ചിട്ടേ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇതൊന്നുമല്ല. ഞങ്ങളപ്പോ കുറച്ച് ദിവസം വരാണ്ട് വീഡിയോ ഒക്കെ ഇടാണ്ട് ഇങ്ങനെ വന്നപ്പോ വെറുതെ വന്നിട്ടില്ല. ഒരു സംഭവത്തിന്റെ രൂപമാറ്റമായിട്ടാണ് ഞങ്ങൾ ഈ പ്രാവശ്യം വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ചായിട്ടോ കഴിഞ്ഞിട്ടൊക്കെ കുറച്ചായി. പക്ഷെ ഞങ്ങളിപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ പറയാൻ പോണ സംഭവം കുറച്ചായില്ല, ഒരു മാസം കയ്യിൽ കഴിഞ്ഞിട്ട് എവിടെ കണ്ടിട്ടുണ്ടാവില്ല. ഷോർട്സ് ഒക്കെ നമ്മൾ ഇടാറുണ്ടായിരുന്നു ഇടയിലൊക്കെ, പക്ഷെ വീഡിയോസിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അത് കാണിക്കാനാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണണ്ടേ ആ രൂപമാറ്റം? അതാണ് ധ്യാനോട്ട് അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ കാര്യം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പ്രൈവറ്റ് ആക്കി വണ്ടി, ടാക്സിയല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രൈവറ്റ് ആക്കി. അപ്പോൾ പെയിന്റ് ഒക്കെ മാറ്റി ഫുൾ ബ്ലാക്ക് ആക്കി. ഒരു അടിപൊളി പേരും കണ്ടായിട്ട് അതിന് ഇട്ടിട്ടുണ്ട്. അത് കൂടാതെ വേറെ പേരിട്ടുണ്ട്. അപ്പോൾ അതാട്ടോ ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ വണ്ടി കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് ചെയ്തിട്ട് കുറച്ചായിട്ട് ഒരു മാസമൊക്കെ ആയി ചെയ്തിട്ട്. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് വീഡിയോ എടുക്കാൻ ഉള്ളൊരു ഗ്യാപ്പ്. നല്ല വെളിച്ചുണ്ടായിരുന്നു, വെയിലടിക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വണ്ടി കഴുകാറായിട്ട് ഇരിക്കണം കേട്ടോ. കാരണം ഇന്ന് നല്ല ഓട്ടം ഓടിയിട്ടുണ്ട്. അപ്പോൾ ആകെ പൊടി പിടിച്ചിട്ട് ഒന്നാമത് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ അല്ലേ, നല്ല പൊടി പിടിച്ചിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. എനിക്ക് ഇപ്പം നല്ല ഇഷ്ടമായി. ഒന്നാമത് എനിക്ക് ബ്ലാക്ക് കളറോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അത് കാരണം ബ്ലാക്ക് ആക്കിയപ്പോൾ എനിക്കൊരു പ്രത്യേക ഇഷ്ടം നമ്മുടെ വണ്ടിയോട് തോന്നി. കണ്ണേട്ടനാ? അതെ, എനിക്കും ബ്ലാക്ക് തന്നെ കേട്ടോ കൂടുതൽ ഇഷ്ടം. നല്ല ഭംഗിയുണ്ട് എന്നല്ല കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ അടിച്ചു എന്ന് മാത്രം. പക്ഷെ എനിക്കിഷ്ടമായി. പിന്നെ നമുക്ക് വയ്യാണ്ടൊക്കെ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പം എല്ലാവരുടെയും ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെയും കുറച്ച് നമ്മൾ വീഡിയോസ് ഇടാൻ ലേറ്റായി. വണ്ടി ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ്. വീഡിയോയിലുണ്ടോയെന്ന് അറിയില്ല, കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ വരഞ്ഞറിയാം. അത്രയും പൊടിയുണ്ട് കേട്ടോ വണ്ടിയിൽ. നല്ല ഓട്ടോ ഓടിയിട്ട് നല്ല ചളിയായിട്ടുണ്ട്. അപ്പം ഒന്ന് കഴുകണം. പിന്നെ സീറ്റൊക്കെ മാറ്റിയിട്ടോ. ആദ്യം കുറച്ച് വേറെ സീറ്റായിരുന്നു. അപ്പോൾ സീറ്റൊക്കെ മാറ്റി, ബാക്കിലും മാറ്റി. ബാക്കിൽ പ്ലെയിനാണ് കേട്ടോ, പ്ലെയിൻ കറുപ്പ്. പക്ഷേ സീറ്റ് മാറ്റിയ ഉടനെ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പൂച്ച വന്നിട്ട് അത് ലെവലാക്കി തന്നിട്ടുണ്ട്. മാറണ സീറ്റ് കാണിച്ചു കൊടുക്കുക.
ഇത് പൂച്ച തന്ന പണികളാട്ടോ. ഇതും ഇവിടെ ഒക്കെ ഉണ്ട്. ഇല്ലടാ പൂച്ചേനെ കൊണ്ട് രക്ഷയില്ല അല്ലേ? പിന്നെ ഈ ഫ്രണ്ടിലുള്ള ഗ്രീന് ഇതുണ്ടല്ലോ കാണേണ്ടത്, ഈ ഗ്രീന് മാറ്റിട്ട് റെഡ് ആക്കണമെന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ബ്ലാക്ക് റെഡ് കൂടി ആകുമ്പോ നീ തന്നെ പറഞ്ഞത്. അപ്പൊ ആ ബ്ലാക്ക് റെഡ് കൂടി ആകുമ്പോ ഒന്നുകൂടി ഭംഗി ഉണ്ടാവും വിചാരിക്കുന്നത്. അപ്പോൾ മുന്നേ നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഓടണ ഓട്ടമായിരുന്നു. ഇപ്പം നമ്മൾ പ്രൈവറ്റ് ആക്കി, നമുക്ക് വേണ്ടി ഓടണ ഓട്ടം ആക്കി. എന്നാലും എല്ലാവർക്കും ഓടാം. എല്ലാവർക്കും ഓടാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും ഓടാൻ പറ്റില്ല, നമുക്ക് മാത്രമേ പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒപ്പമുള്ള ഒരാളുടെ രൂപമാറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഫുള്ള് ബ്ലാക്ക് ആക്കിയത് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് അറിയില്ല കേട്ടോ. കാരണം നമ്മുടെ ഒരു ഇഷ്ടം മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഞാൻ വേറെ ആരുടെയും ഇഷ്ടം ചോദിച്ചിട്ടില്ല. കാരണം എനിക്ക് ബ്ലാക്കിനോട് പ്രത്യേക ഇഷ്ടമുണ്ട്. കാരണം ഫുള്ള് ബ്ലാക്ക് ആക്കിയ ഒന്നുകൂടി ഒന്ന് നന്നാവുമെന്ന് എനിക്ക് തോന്നി, എൻ്റെ മനസ്സിൽ തോന്നി, ഇവൾക്കും തോന്നി. അപ്പോൾ അന്ന് നമ്മൾ അങ്ങത് മതി എന്നുള്ള അങ്ങനെ വിചാരിച്ചാട്ടോ. എല്ലാവർക്കും കാണുമ്പോൾ എല്ലാവർക്കും അങ്ങനെ തോന്നുമെന്ന് നമുക്കറിയില്ല. ഇങ്ങനെ കാണുമ്പോൾ ആ ഗ്രീൻ ഉള്ളിടത്ത് റെഡ് ആണെങ്കിൽ ഒന്നും കൂടി ഇതുണ്ടാവും, നമുക്ക് മാറ്റാം. ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ തോന്നുന്നു. ഓരോരുത്തരെ കണ്ടിലും കാണുമ്പോൾ അതൊരു വ്യത്യസ്ത രീതിയിലല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഭംഗി തോന്നുന്നുണ്ട്. അതാണ് അങ്ങനെ ആക്കിയത് കേട്ടോ, ഫുൾ ബ്ലാക്ക് ആക്കിയത്. നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് എഴുതി പെയിൻറ്റ് മാറ്റിയത് മാത്രമേ എല്ലാവരും കാണണ്ടാവുള്ളൂ. പക്ഷേ വണ്ടിയിൽ ഒരുപാട് പണി വന്നു കേട്ടോ. സീറ്റ് വർക്ക് വന്നു, അതേപോലെ പാച്ച് വർക്ക് ഒരുപാടുണ്ടായിരുന്നു. പിന്നെ വേറെന്താ വാഷിംഗ് അല്ലേ അത് ചെയ്തിട്ടുണ്ട്, സർവീസ് ചെയ്തു. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ പേപ്പർ വർക്ക് അങ്ങനെ ഒരുപാട് ചിലവായിട്ടോ. നല്ല പ്രൈവറ്റാക്കി പറഞ്ഞാൽ അത്യാവശ്യം ചിലവുള്ള പരിപാടി തന്നെയാണ്. പിന്നെ നമ്മുടെ 2016 മോഡൽ വണ്ടി ആയതുകൊണ്ട് കുറച്ചുകൂടി കൂടുതൽ ചിലവ് കൂടും. ഇപ്പോൾ നമുക്ക് 2030 പേപ്പർ നോക്കേണ്ട ആവശ്യമുള്ളൂ. 2030 വരെ പേപ്പറൊക്കെ എല്ലാം ഓക്കെയാണ്. ഇനിയിപ്പോൾ ഇൻഷുർ മാത്രം അടച്ച് പോയാൽ മതി. ഇൻഷുറും കുറച്ച് കുറവാകും, ടാക്സിനെ അപേക്ഷിച്ച് ഇൻഷുർ കുറവായിരിക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിങ്ങനെ ഓട്ടം ഓടാൻ പറ്റില്ല എന്ന് മാത്രം. നമ്മുടെ കാര്യങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മുടെ ഇതാണ്. ഇനി നമ്മളിപ്പോൾ നിൽക്കണത് എവിടെയാണ്? നമ്മുടെ സ്ഥലത്തിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇനി വരാതിരിക്കുന്നുള്ളൂ. ഞങ്ങൾ അടുത്ത വീഡിയോകളിലൊക്കെ എന്തായാലും അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇടുക. തന്നെ കാണിക്കാത്തത് അവിടുത്തെ വിശേഷങ്ങളാവും ഇടുക. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഓട്ടോസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി. എനിക്കിഷ്ടായി. ഞാൻ എന്താ ഓട്ടോസ് കണ്ടിട്ട് പറയാല്ലേ? എനിക്കൊന്നും അറിയാലേ. എൻ്റെ പേര് എഴുതിയില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. Bluetooth mode.